രാവിലെ ഒരു തേങ്ങ പൊളിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേങ്ങ പൊളിച്ചപ്പോഴേ അതിൻ്റെ പൊടിയൊക്കെ മൂക്ക് കീറിയേ. ഞാൻ നല്ല അലർജിക്കാണ്, അതുകൊണ്ട് രാവിലെ തൊട്ട് തുമ്മാൻ തുടങ്ങിയതാട്ടോ. മക്കളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കാലോ എന്ന് കരുതിയിരുന്നതാണ് കേട്ടോ. നല്ലോണം ബാമൊക്കെ തേച്ചൊന്ന് പൊതിഞ്ഞ് നല്ലോണം മൂക്കിലേക്ക് വലിച്ചു കയറ്റിയിട്ടുള്ള ഇരിപ്പാണ്. പക്ഷെ എന്തായാലും ആ ഇരിപ്പ് അങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കാരണം പണികളൊക്കെ സ്വയം പോയിട്ട് ഞങ്ങൾ ക്ലീൻ ആയിട്ട് വന്നിരുന്നോളാന്ന് പറയില്ലല്ലോ. നമ്മളങ്ങോട്ട് ചെന്നാലല്ലേ അതൊക്കെ ക്ലീൻ ആവുള്ളൂ. അപ്പോൾ അടുക്കളയൊക്കെ അങ്ങനെ ഇട്ട് പോയതാണ്. അപ്പോൾ ഒക്കെ ഒന്ന് വന്ന് ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് സെറ്റാക്കി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ മീൻ വണ്ടി പേ എന്നും പറഞ്ഞത് മുകളിലോട്ട് കയറിപ്പോയിട്ടോ. ഞാൻ താഴോട്ട് വന്നപ്പോഴേക്കും അത് മുകളിലോട്ട് കയറിപ്പോയി. അതാണ് ഉണ്ടായത്. പിന്നെ ഇപ്പോൾ കട്ട പോസ്റ്റ് തന്നെ. ഇനിയിപ്പോൾ ഞാൻ അകത്തേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ അത് ഞാനത് കാണൂല. അപ്പോൾ പിന്നെ ഇതാ നേരെ പോയിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വലിയ അയിലയും കുഞ്ഞമ്മത്തിയാണ് ഇട്ടുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞമ്മത്തി ഞാൻ 1/2 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അയില 1 കിലോനും വാങ്ങിച്ചേട്ടോ. കുഞ്ഞമ്മത്തി ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞമ്മത്തി അത് പുളിയിട്ടായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഉപ്പൊക്കെ തിരുമ്മി വെച്ച് 10 മിനിറ്റ് കൊണ്ട് അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തട്ടോ. പിന്നെ അയിലത്തലയും വാങ്ങിയതല്ല കേട്ടോ, അയിലത്തല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അയിലത്തല അളിയനും കൊടുക്കാമെന്നാണല്ലോ പറയുക. ഇന്ന് അളിയന് കൊടുക്കാനല്ല കേട്ടോ, ഞങ്ങൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയിലത്തലയും നമ്മളെടുത്തു, അത് നമ്മളൊന്ന് സെപ്പറേറ്റ് മാറ്റി വെച്ചു. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കറിയിൽ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി സവാള പരിപാടി ഒന്നുമില്ലെന്ന്. ഉലുവ ഇട്ട് പൊട്ടിച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി പുളിവെള്ളവും ഉപ്പും അത്രയേ ഉള്ളൂ. അങ്ങനെ അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മത്തി ഇട്ട് കൊടുത്ത് സെറ്റാക്കി അവിടെ വെച്ചട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് അധികമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഉപ്പ് ഇത്രയൊക്കെ ഇട്ട മസാല നമ്മൾ വറക്കാനായിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അത് നമ്മൾ നല്ലോണം പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു മീനിൽ. അത് പൊതിഞ്ഞെടുത്തപ്പോൾ കണ്ട കരച്ചിലാണ് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട സീൻ കേട്ടോ. കാരണം നല്ല രീതിയിൽ കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ ഉള്ളിയാണല്ലോ നന്നായിട്ട് കൂട്ടിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുത്തു. പിന്നെ ആ അരപ്പ് തന്നെയാണ്, അതായത് നമ്മൾ വറക്കാനുണ്ടാക്കിയ ആ ഒരു മസാല തന്നെയാണ് നമ്മൾ മീന്തല വറ്റിക്കാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് കുരുമുളക് അധികമായിട്ട് അരച്ചുണ്ടാക്കിയ മസാല. അപ്പോൾ അതിലിട്ടിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് അങ്ങനെ മീന്തലയും നമ്മൾ വറ്റിച്ചെടുത്തട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു മീന്തല. അത് ഏട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതിലിത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് അതും വറ്റിച്ചെടുത്തു. പിന്നെ നമ്മൾ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണല്ലേ. രാവിലെ ഒരു വക ക്ലീനിങ് കഴിഞ്ഞതാണ്. എന്നാലും മീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ വളരെ മോശമായിരിക്കുമല്ലേ. അപ്പോൾ ഒന്നുകൂടിയും ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് മത്തി വറ്റിച്ചത്, പിന്നെ നല്ല സാമ്പാർ ഉണ്ടായിരുന്നു, രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയതാണ്, വടുവപ്പുളി അച്ചാർ, പപ്പടം, മീന്തല, പിന്നെ അയില വറുത്തത് എല്ലാം കൂടെ കൂട്ടി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കേണ്ട വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.